സ്ത്രീയുടെ ഗന്ധം അല്ലെങ്കിൽ പെണ്ണിൻ്റെ മണം എന്നതിന് ഏതെങ്കിലും ഒരു പേരിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഇപ്പോഴങ്ങ് പറയുകയാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം. സംഭവം കുറേ പഴക്കമുള്ളതാണ്. നമ്മൾ സാധാരണമായി കാലമെന്നൊക്കെ പറയാറുണ്ടല്ലോ. ആ മഹാകാലത്തിൻ്റെ അക്കരെ നിന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇക്കരയാണെന്ന് ഓർക്കണം. ഏകാന്തമായ ഹൃദയം അതിൻ്റെ മഹാതീരത്ത് നിന്ന് വന്നു ചേരുന്ന ഒരു ശോകഗാനമാണിത്. എന്ത് പറ്റാനാ? ഒരു കൊല്ലമായില്ലേ ഇവിടെ ഇങ്ങനെ. എന്നാ ഇനി ഒന്ന് പുറലോകം കാണുന്നേ? ഞാനാ. ചൂളം വിളിച്ചതോ? അതെ. പേരെന്താ? ബഷീർ. നിങ്ങളുടെയോ? നാരായണി. നല്ല പേര്. വയസ്സ് എത്രയാ? 22. നല്ല വയസ്സ്. ആരെ കൊന്നിട്ടാ വന്നേക്കുന്നേ? കൊന്നിട്ടൊന്നുമല്ല, രാജ്യദ്രോഹ കുറ്റമാ. ഞാൻ എഴുതിയ ലേഖനത്തിലേ സർക്കാർ കുറ്റം കണ്ടെത്തി. ഓ, എഴുത്തുകാരനല്ലയോ? അതെ. ഈ എഴുത്തുകാരന്മാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നാ പറയാറ്. എന്നാ ആര് പറഞ്ഞു? ഞാൻ അങ്ങനെയല്ല. നാരായണിക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. പറ, എത്ര കാലമായി ഇവിടെ? 1 കൊല്ലം. ഞാനും അതെ, 1 വർഷമായി. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. നാരായണി ആരെ കൊന്നിട്ടാ വന്നേ? ഞാൻ ആരെ കൊന്നിട്ടൊന്നുമില്ല, വെട്ടിയിട്ടുണ്ട്. നാരായണി പറയൂ, നിങ്ങളുടെ കഥ പറയൂ. എന്തോത്തിനാ? എഴുതി നോവലാക്കലല്ലയോ? അല്ല, എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാനാ. ആ, എന്നാ പറയാം. പറ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 4 മക്കളാ. 3 ആണും 1 പെണ്ണും. ആങ്ങളമാരൊക്കെ കല്യാണം കഴിച്ച് അവരവരുടെ പാട് നോക്കിപ്പോയി. വയ്യാത്ത അച്ഛനും അമ്മയ്ക്കും ഒരു ഭാരമായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പം ഒരു ദിവസം അവരെൻ്റെ ഭാരം ഒരു കുടിയൻ്റെ മേലങ്ങോട്ട് ഇറക്കി വെച്ചു. കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. പറ. ആ, ഒരു ദിവസം അയാൾ കുടിച്ച് ലക്ക് കേട്ട് എങ്ങാണ്ടങ്ങ് ഇറങ്ങിപ്പോയത്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ജീവിക്കണ്ടായോ? അയാൾ എന്തൊരു മനുഷ്യനാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അയാൾ എന്തു മനുഷ്യനാ! ഞാനായിരുന്നെങ്കിൽ എവിടെയും പോകാതെ നാരായണിയെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ കഴിഞ്ഞേനെ. പിന്നെ വെറുതെ നുണ പറയല്ലേ? അല്ലടോ, സത്യം. എന്നിട്ട് പറ, പിന്നെ എന്താ ഉണ്ടായേ? ആ, എന്നിട്ടെന്താ? എനിക്ക് ജീവിക്കണ്ടായോ? ഞാൻ അങ്ങനെ ഒരിടത്ത് പണിക്ക് പോയി തുടങ്ങി. ആണ്ട കിടക്കുന്നു, പണിക്ക് പോകുന്നിടത്തെ മുതലാളിക്ക് എൻ്റെ മേലൊരു കണ്ണ്. ഒരു ദിവസം എന്നെ കയറി പിടിക്കാൻ വന്നു. ഞാനൊരു ഒറ്റ വെട്ടും കൊടുത്തു. വെട്ടല്ല വേണ്ടത്, അയാളെ ഇവിടെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊന്നേനെ. ഇവിടെ നിന്ന് ഞെരിക്കല്ലേ, അയക്കൊന്നും പറ്റത്തില്ല. എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉണ്ടെന്ന്? ഓ, ജയിലല്ലയോ, അല്ലേ
റോസാ ചെടി തരുവോ? തരുവോന്ന്? ഒരു റോസാ ചെടി തരില്ലേ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർ ചെടികളും ഞാൻ ഈ നാരായണിക്ക് തരും. അയ്യോ, എനിക്ക് ഒറ്റ ഒരെണ്ണം മതി. നാരായണി, ഒരു കാര്യം ചെയ്യേ, അവിടെ തന്നെ നിൽക്കട്ടോ, ഒന്നിപ്പോൾ കൊണ്ടുവരാം. നാരായണി, 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 എന്തോ? ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഞാനേ ഈ മതിലിന്റെ പിന്നിലുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് ഒളിച്ചു നിൽക്കുവായിരുന്നു? കള്ളി. റോസാ ചെടി കൊണ്ടുവന്നോ? കൊണ്ടുവന്നോന്ന്? ഓയ് എഴുത്താരോ? ഓ, ഞാൻ വിളിച്ചിട്ട് എന്താ ഇത്ര നേരം മിണ്ടാവുന്നു? എന്തേ ഇത്ര സ്നേഹത്തോടെ വിളിച്ചേ? പിന്നെ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ അപ്പൊ ദൈവം തമ്മിൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേനെ. ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണി, പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ? ഇതാ, പിന്നെ ഈ കമ്പ് പിടിച്ചോ. നിക്ക് നിക്ക്, ഞാനേ പൊക്കി ഇടണം കേട്ടോ. ആ, പിടിക്കണേ. ഇതാ പിടിച്ചോ, ഇടാൻ പോന്നേ. ആ ആ, കിട്ടിയോ? കിട്ടി. ഞാൻ വിളിച്ചിട്ടെന്താ ഇത്ര നേരം മിണ്ടാവുന്നത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. എവിടെ? മതിലല്ലോ? അല്ല, പിന്നെ? ഓരോ റോസാപ്പൂവിലും, ഓരോ കമ്പിലും, പിന്നെ ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചില് വരുന്നു. നാരായണി, എന്തോ? ആ പിന്നെ ആ കമ്പുകളുടെ കെട്ടഴിക്കണം. അഴിക്കാം. ഞാൻ ഈ റോസാപ്പൂവിലെ ഓരോ ഇതളും മാറ്റിയെടുത്ത് വെക്കാൻ പോവാ. എവിടെയാ? മുടിക്കെട്ടിലോ? അല്ല, പിന്നെ? ഞാൻ പറയത്തില്ല. പിന്നെ അതിലെൻ്റെ ചുംബനങ്ങളുണ്ട്, സൂക്ഷിക്കണം. സൂക്ഷിക്കാം. ആ പിന്നെ ആ കമ്പുകളുടെ കെട്ടഴിച്ചോ? ഇല്ല ഇല്ല. ആ ആ, അഴിച്ചു. ആ, എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു കുഴി കുഴി. നിക്കേ, ഞാനേ ഒരു ചട്ടി കിട്ടുമോ നോക്കട്ടെ. ഓ, വേഗേ. ചട്ടി റെഡി. എന്നാ ഒരു കുഴി കുഴിക്കും. എന്നിട്ട് പയ്യെ റോസാ ചെടി എടുത്ത് ഈശ്വരനാമത്തിൽ അതങ്ങി വെക്ക്. അല്പം വെള്ളം കൂടി തെളിച്ചു കൊടുക്കും. എന്നിട്ടേ എന്നും കാലത്ത് ആ ചെടിയോട് സുപ്രഭാതം പറയണം. കിളിർത്തു വരുന്ന ഇലകളിൽ തലോടണം. എന്നാണ് നീ എനിക്കൊരു പൂവ് തരിക എന്ന് അതിനോട് ചോദിക്കണം. എന്നാ എനിക്കൊരു പൂ? അതെ, പലരും കണ്ടാ വിചാരിക്കും എനിക്ക് വട്ടാന്ന്. അയ്യോ, ജാനകിയാ, എന്റെ കൂട്ടുകാരി. ഞാൻ പോവാ. പിന്നെ ഞാൻ വരുമ്പോ ഇങ്ങനെ ഉണക്ക കമ്പ് എപ്പോഴും മതിലിന് മേലോട്ടിടും കേട്ടോ. അത് കണ്ട വരണം, വരാതിരിക്കരുത്. എന്റെ ദൈവമേ, മറക്കല്ലേ? ഇല്ല, മറക്കില്ല. അയ്യോ, എന്തു വേണ്ടി അണ്ണാനാ ഇവിടെ. കള്ളി, എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടു നിന്റെ കിന്നാരം. വാ, അവിടെ നിന്റെ അന്വേഷിക്കുന്നുണ്ട്. ഇതെവിടുന്ന് വന്നു ഈ റോസാ ചെടി? വാ,
നാരായണി, എൻ്റെ നാരായണി. എന്താ എന്താ വേണ്ടത്? പിണങ്ങിയോ? പിന്നെ അല്ലാതെ കൈയുടെ കോഴ പറഞ്ഞു പോയി. ഞാൻ തടവി ശരിപ്പെടുത്തി തരാം. എന്നാ കൊണ്ട് തടവി ശരിപ്പെടുത്ത. ഞാനേ ആ, മതിലെ കൊള്ളിച്ചു വെച്ചേക്കുവാ. ഞാനേ ഈ മതിലിൽ തടവുന്നുണ്ട്, ചുംബിക്കുന്നുമുണ്ട്. ഞാൻ എൻ്റെ നെഞ്ചമർത്തി ചുംബിക്കുന്നുണ്ട്. നാരായണി, എന്തോ? ഇന്നലെ ഞാൻ തന്ന ആ പൂവ് നീ എന്താ ചെയ്തേ? ഏത് പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചുവപ്പായ പൂവ്. ഓ അതോ? അതെ, അതെന്താ ചെയ്തേ? തിടുക്കപ്പെട്ട് അന്വേഷിച്ചിട്ട് ഇപ്പൊ എന്തിനാ? ചവിട്ടി അരച്ച് കളഞ്ഞോന്നറിയാനാ. കളഞ്ഞെങ്കിൽ? ഹേ, ഒന്നുമില്ല. അതെൻ്റെ ഹൃദയമായിരുന്നു. ആ പിന്നെ നാരായണി, എന്തോ? അവിടെ എത്ര സ്ത്രീകളുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. കള്ളി പെണ്ണേ, നേര് പറ, എത്ര എണ്ണമുണ്ട്? ഓ കുറെ ഉണ്ടെന്നേ, എല്ലാം പണ്ട് കിഴവികളാ. എത്ര? 87. സുന്ദരികളെത്ര, കിഴവികളെത്ര? 86 കിഴവികളും ഒറ്റ സുന്ദരി. ഞാൻ തോറ്റു തൊപ്പിയിട്ടു. പിന്നെ ആ, ഇന്നലെ പിന്നെ ആ, എന്തോ ചോദിക്കണമെന്നുണ്ടല്ലോ. നീ ബജറ വറുത്ത് പിടിച്ചത്. ഞാനേ ആ, വജ്ര വറുത്ത് പൊടിച്ചത് ഒരു സഞ്ചിയിലാക്കി അങ്ങോട്ട് ഇട്ട് തരട്ടെ? ചക്കരയും ചേർത്ത് തിന്നുവോ? ആ, തിന്നു തിന്നു. ഇല്ല, വലിച്ചെറിഞ്ഞാളെ. ഞാനോ ഒരു തരി പോലും കളയില്ല. മുഖം എങ്ങനെയാ? എൻ്റെ മുഖം ഒരു ശകലം നീണ്ടു വെളുത്തതാണ്. മുടി ക്രാപ്പ് ചെയ്തിട്ടുണ്ട്, ലേശം കഷണ്ടിയുണ്ട്. കണ്ണുകൾ? കണ്ണുകൾ ഒരുമാതിരി ചെറിയ ആനക്കണ്ണ്. എന്റെ കണ്ണ് വലിയ ആനക്കണ്ണാ. നെഞ്ചോ? നെഞ്ച് കുറച്ച് വിരിഞ്ഞതാണ്. അയ്യോ, എന്റെ നെഞ്ച് വിരിഞ്ഞാന്ന് എല്ലാരും പറയുന്നേ. ഓ, അരക്കെട്ടോ? എൻ്റെ അരക്കെട്ട് ഒതുങ്ങിയതാണ്. എന്റെ അരക്കെട്ട് എങ്ങനെയാണെന്നല്ലേ? അയ്യടാ, എനിക്ക് പറയാൻ മനസ്സില്ല. വീപ്പക്കുറ്റി പോലത്തെ അല്ലേ? ഞാൻ അങ്ങോട്ട് ഓടി വന്ന് മതിൽ മാറ്റി പിടിച്ച് ഒറ്റ ഇടി വെച്ച് എറിങ്ങോട്ടോ. നാരായണി, എന്തോ? നിന്റെ നിറം എന്താ? എവിടുത്തെ? സുന്ദരമായ നിന്റെ മുഖത്തിൻ്റെ. കുറച്ച് വെളുത്തിട്ടാ. നാരായണി, എന്തോ? പെണ്ണിൻ്റെ മണം എനിക്ക് അനുഭവപ്പെട്ടു. അയ്യോ, ഇപ്പോഴോ? ഇപ്പോഴല്ല, ഞാനേ ഈ ജയിലിൽ വന്ന് കയറിയ ഇങ്ങോട്ട് വരുമ്പോൾ. അതെവിടുന്നാ? എന്റേതായിരിക്കുവോ? എനിക്ക് അറിഞ്ഞൂടാ നാരായണി. ആൺശരീരത്തിന്റെ ഗന്ധം, അങ്ങയുടെ ശരീരത്തിന്റെ മണം, അതെങ്ങനെയിരിക്കും? എനിക്ക് അറിഞ്ഞുകൂടാ നാരായണി. നിന്റെ ശരീരത്തിൻ്റെ ആ മണം. വരുന്നുണ്ടോ? ഇല്ല. കിട്ടുന്നില്ല. ആസത്ത് മതില്. നാരായണി, ഈ മതിലിനെ ഒരു ദൂരം ഉണ്ടായിരുന്നു, നീ കണ്ടിട്ടുണ്ടോ അത്? കണ്ടിട്ടുണ്ട്, തൊട്ട് നോക്കിയിട്ടുമുണ്ട്. ആ, ഞാനേ ആ, ആ ഭാഗം മണപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഈ ദ്വാരം അടച്ച ജയിൽ വാർഡനെ ഒരാള് തല്ലി. ഓ, തല്ലിയ ആളെ മുക്കാലി കെട്ടിയിട്ട് അടിച്ചത്. അയാളെ അടിച്ച ഓരോ അടിയും ഞങ്ങൾ പെണ്ണുങ്ങൾ ഇവിടുന്ന് വേദനയോടെ എണ്ണി. അറിയാം, 36 അടി അടിച്ചു. അതിവിടെയുള്ള പുരുഷന്മാരും വളരെ വേദനയോടെ തന്നെ എണ്ണിയത്. കഷ്ടമായിപ്പോയി. ആ അടി കൊണ്ട ആളില്ലേ, അയാൾ എൻ്റെ ക്ലാസ്മേറ്റാ, എൻ്റെ നാട്ടുകാരനാ. നേരോ? ആ, പിന്നെ ആ, ഞാനൊരു സാധനം ഇട്ട് തരാം, എന്നാ പിടിച്ചോ. പൊക്കി ഇടണേ. ആ, പിടിക്കണേ, ഇടാൻ പോവാണേ. ആ, ആ, ആ. ഇതാ, കിട്ടിയോ? കിട്ടി. ഓക്കേ.
ഞാൻ ഈ കായ വറുത്തത് ഓരോ കഷ്ണം വെച്ച് എല്ലാവർക്കും കൊടുത്തോട്ടെ? എല്ലാവർക്കും കൊടുക്ക്. നാരായണിയുടെയും എൻ്റെയും പേരിൽ. എന്നെ മാത്രം സ്നേഹിക്കുവോ? എന്താ നാരായണി ഇത്ര സംശയം? ഇവിടെ വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, സുന്ദരികൾ. ഞാൻ വലിയ സുന്ദരിയൊന്നുമല്ല. ഞാനും അത്ര വലിയ സുന്ദരനൊന്നുമല്ല. നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? പിന്നെ ഇമ്മിണി ഇമ്മിണി 1,000 പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ടുണ്ട്. കാമഭ്രാന്തൻ. അങ്ങനെയൊന്നുമല്ല, അവര് ഇങ്ങോട്ട് പ്രേമിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹോ, ഭാഗ്യം. ഞാൻ പേടിച്ചു പോയി. ഹ, അതെന്തിനാ ഞാൻ പ്രേമിക്കുന്നതിന് നാരായണി പേടിക്കുന്നത്? അതേ പറയണ്ട. പിന്നെ ആ ആ 1,900-ൽ ഈ നാരായണിക്ക് ഇടമുണ്ടോ? നാരായണി, ഭൂലോകത്തുള്ള സുന്ദരികളായ നാരിയമണികളുടെ മുഴുവൻ പ്രതിനിധിയാണ് എൻ്റെ നാരായണി. നിന്നെ ഞാൻ എൻ്റെ ജീവനിലേറെ സ്നേഹിക്കുന്നു. അതൊക്കെ വെറുതെ പറയല്ലേ. ഈ എഴുത്തുകാരന്മാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എനിക്കറിയാം ഇവിടിപ്പോ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. നാളെ വേറൊരുത്തി എന്ന് മറ്റൊരുത്തിയെ കാണുമ്പോ അവളെ കുറിച്ചാവും വർണ്ണന. ഞാൻ അങ്ങനെയൊന്നുമല്ല. എനിക്കിവിടെ എൻ്റെ നാരായണി മാത്രമല്ലേ ഉള്ളൂ. ഞാനൊരു പാവമാ, എനിക്ക് ആരുമില്ല. എന്നെ വെറുതെ ആശിപ്പിക്കരുത്. നാരായണി, എനിക്കൊന്ന് കാണണം. എനിക്കും ഒന്ന് കാണണം. ദൈവമേ, ഞാനിത് രാത്രി കിടന്ന് കരയും. നിനക്കെന്താ? അതെ, ഈ എഴുത്തുകാരൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഓന്ത് നിറം മാറുന്ന പോലെ മാറും. അതെയോ? ഞാനങ്ങ് സഹിച്ചു. പൊടി കുശുമ്പി. ഇറങ്ങി പോടാ കള്ള ബടുക്കൂസുകളെ. അവിടെ നാണല്ലേ അതെ. കാര്യം പോ, 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 പോ. വെറുതെ. ആരെയാ രാവിലെ ചീത്ത പറയുന്നേ? ഒരു അണ്ണാനെ, അവൻ മതിലിന്റെ പുറത്തിരുന്ന് നമ്മളെ ശ്രദ്ധിക്കാനേ. അവന്റെ ഭാര്യ കുട്ടികളെ മുഴുവൻ ഞാൻ ഇന്നലെ ഓടിച്ചു വിട്ടതാ. ഇപ്പൊ അത് അവനും വന്നിരിക്കുന്നു. അതവിടെ ഞാൻ ഇരുന്നോട്ടെന്നേ. ഞാൻ കുറെ ചരല് വാരി എറിയാൻ പോവാ. കുറെ ദിവസമായി ഒരു പറഞ്ഞാലും കേൾക്കാത്ത അണ്ണാമാര്. എന്റെ നെഞ്ചത്താ കല്ല് വന്ന് വീണത്. നൊന്തോ? ഇല്ലാതെ എന്തിനാ കൂട്ടുകാരിയുമായി നേരത്തെ തല്ലുപിടിച്ചേ? ഓ, കേട്ടായിരുന്നോ? അവക്കറിയാം നമ്മൾ തമ്മിലുള്ള ഈ... നീ എല്ലാം അവളോട് പറഞ്ഞോ? ഞാൻ എന്തിനാ പറയുന്നേ? അവളുള്ള വാർത്തകളൊക്കെ ഇവിടെ എത്തിക്കുന്ന അവളാ. അതെങ്ങനെ? ആ, എനിക്കറിയത്തില്ല. ഓ നാരായണി, ഇടി വെട്ടിയപ്പോ ഇന്നലെ പേടിച്ചോ നീ? അയ്യോ, പേടിച്ചു പോയി. എന്തൊരു മഴയായിരുന്നു. ഞാനേ പുതപ്പ് വലിച്ചു മുടി തടലിട്ട് കിടന്നുറങ്ങി. കൂടെ ആരായിരുന്നു? കൂടെ ഒരാളുണ്ടായിരുന്നു പുതപ്പിനുള്ളിൽ. ആരാ? ഇപ്പൊ പറയാൻ മനസ്സില്ല. എന്നാ പറയണ്ട. പിണങ്ങിയോ? ഞാൻ ആളെ കണ്ടിട്ടില്ല. പക്ഷെ മറ്റാരെ കണ്ടതിനേക്കാൾ കൂടുതൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നുമുണ്ട്. നാരായണി, ഞാനേ കാറ്റും മഴയും ഇടിമിന്നലുമുള്ള ഒരു രാത്രി കാത്തിരിക്കുകയായിരുന്നു. എന്തിനാ? തടവ് ചാടാൻ. പഴയ കക്കൂസ ബക്കറ്റുകളില്ലേ, അതൊക്കെ ഇളക്കിയെടുത്ത് വലിയ ആണി ഉണ്ടാക്കി
മതിലടിച്ചിറക്കി ചാടിപ്പോകാൻ. എന്നിട്ട് എന്താ ഇന്നലെ? എനിക്കിനി അങ്ങ് പോകണ്ട. എൻ്റെ നാരായണിയുടെ അടുത്ത് ഈ ശബ്ദവും കേട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി. ഈ മതിലിനെ വെളിയിൽ മറ്റു വലിയൊരു ജയിലാന്നേ. പിന്നെ അതൊക്കെ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതല്ലേ. തുറന്നു വിട്ട നിങ്ങളെന്നല്ല ആരാണേലും ഓടിപ്പോവും. നാരായണി, പിന്നെ ആ ഞാൻ മരിച്ചു പോയാ എന്നെ കുറിച്ച് ഓർക്കുവോ? അതൊക്കെ പോട്ടെ, തമ്മിലൊന്ന് കാണാൻ എന്താ ഒരു വഴി? ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? ആ, ഒരു വഴിയുണ്ട്. ഞാൻ ആശുപത്രിയിലോട്ട് വരാൻ നോക്കാം. ഇവിടെ ജയിലിലെ പിന്നെ പറ്റുകയാണെങ്കിൽ പറയാം. ആ ആശുപത്രി ഓർഡറിലില്ലേ, അയാൾ എൻ്റെ സുഹൃത്താ. അത് വരട്ടെ. ചുമ്മാതല്ല, കരള് വറുത്തതും മുട്ട പുഴുങ്ങിയതും മീൻ പൊരിച്ചതും ഒക്കെ ഇവിടെ എത്തുന്നത്. പിന്നെ പറ്റുകയാണെങ്കിൽ അത്രടം വരെ ഒന്ന് വന്ന് ദൂരെ നിന്നെങ്കിലും എന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുവോ? കണ്ടാലേ ഞാൻ അടുത്തേക്ക് ഓടി വരും. ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും, മുഖത്തിലും കഴുത്തിലും ഒക്കെ. എന്നെ കണ്ട എങ്ങനെ തിരിച്ചറിയും? മുഖം കാണും പറയും. എങ്ങനെ അറിയാനാ? അങ്ങനെ എങ്ങനെ അറിയാനാ? എന്നെ ഒന്നും കണ്ടിട്ടില്ല. ആ, പിന്നൊരു കാര്യം, ദേ എന്റെ കയ്യിലേ ഒരു വലിയ കറുത്ത മരമുണ്ട്. ഇടത്ത് കയ്യിലാ. ആ മറുക് നോക്കിയാ മതി. എനിക്ക് ആ കറുത്ത മറുകിലേ തെരുതെരേ ചുംബിക്കണം. നാരായണി, എന്തോ? നീ ഒറ്റയ്ക്കാണോ വരാറ്? അല്ല, എന്റെ കൂടെ മറ്റു സ്ത്രീകളും ഉണ്ടാവും. ഞാൻ തനിച്ചായിരിക്കും. എൻ്റെ കയ്യിലേ ഒരു ചുവന്ന റോസാപ്പൂ കാണും. ഞാനത് നോക്കിയിരിക്കും. വരാതിരിക്കരുത്. ഇല്ല നാരായണി. എന്തോ? മരണത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? ഞാൻ മരിച്ചു പോയാ എന്നെ കുറിച്ച് ഓർക്കുവോ? നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയുക സാധ്യമല്ല. ആര്, എപ്പോ, എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രം അറിയും. ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യം മരിക്കുക. അല്ല, ഞാൻ ആദ്യം മരിക്കുന്നേ. പറ, മരിച്ചു പോയി കഴിഞ്ഞാ എന്നെ കുറിച്ച് ഓർക്കുവോ? ഓർക്കും. എങ്ങനെ ഓർക്കാനാ? അങ്ങനെ എങ്ങനെ ഓർക്കാനാ? എന്നെ ഒന്നും കണ്ടിട്ടില്ല, ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ ഓർക്കാനാ എന്നെ? നാരായണി, നിന്റെ അടയാളം ഈ ഭൂഗോളത്തിലെങ്ങുമുണ്ട്. ഭൂഗോളത്തിലെങ്ങുമോ? എന്തിനാ വെറുതെ മോസ്തുതി പറയുന്നത്? മുഖസ്തുതിയല്ലോ, പരമസത്യം. ഈ മതിലുകളില്ലേ, ഈ ഭൂഗോളത്തിലുള്ള എല്ലാ മതിലുകൾ കാണുമ്പോഴും ഞാൻ എൻ്റെ നാരായണിയെക്കുറിച്ച് ഓർക്കും. ഞാനൊന്ന് പൊട്ടിക്കരയട്ടെ. ഇപ്പൊ വേണ്ട, ഓർത്ത് രാത്രി കരഞ്ഞു. പിന്നെ ആശുപത്രിയിൽ എപ്പോഴാണ് വരുന്നത്? ആ, കൃത്യസമയമൊക്കെ ഞാൻ ജാനകിയോട് ചോദിച്ചിട്ട് നാളെ പറയാം. നാളെ കാലത്ത് 10 മണിക്ക് വാ. പിന്നെ എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താ? പ്രധാന കാര്യം. എന്താ? വേഗം പറ. നാളെ കാലത്ത് 10 മണിക്ക് വാ. പറ. മനുഷ്യനാ, എനിക്ക് അത്രയും ക്ഷമയില്ല. മനുഷ്യനായ കുറച്ച് ക്ഷമയൊക്കെ പഠിക്കാൻ. നാളെ കാലത്ത് 10 മണിക്ക്. നാരായണി, ഞാൻ പോട്ടെ. പോകല്ലേ നാരായണി, പോകല്ലേ. പ്രതീക്ഷയെ കൈവേടിയ തൊന്നെന്നെ കൂടൊന്നു
പോകുന്നു. ബഷീറേ, എഴുത്തുകാരോ, എന്റെ പ്രാണനാഥ. ദേ, അണ്ണാനെ അണ്ണാനെ വിളിച്ചോണ്ട് വാടാ അണ്ണാനെ, നിന്റെ എഴുത്തുകാരനെ. ആ, പോയി വിളിച്ചോണ്ട് വാടാ നിന്റെ അണ്ണാനെ. അണ്ണാനെ, നിന്റെ എഴുത്തുകാരനെ. പറഞ്ഞാണല്ലോ, ഞാൻ പോവും കേട്ടോ. ഇന്നലെ ആഞ്ചലിന്ന് ഒരാളെ വെറുതെ വിട്ടു. അതിന് അത് അതൊരു അതൊരു എഴുത്തുകാരനാ. നിന്റെ ഇല്ല, നീ വെറുതെ പറയാ. അദ്ദേഹം വരുമെന്ന് എന്നോട് പറഞ്ഞല്ലേ. പോയേ, വെറുതെ ഒന്ന് പറഞ്ഞോളൂ. എന്താ നോക്കി നിൽക്കുന്നേ? വാ ഇങ്ങോട്ട്. ഇപ്പൊ ആ ജയിലർ കണ്ട് എന്നെ വിളിച്ചോണ്ട് പോവും. നിനക്ക് ഭ്രാന്താ. പറഞ്ഞാലും മനസ്സിലാവില്ല. നിന്റെ ബഷീറില്ലേ, അയാൾ ഇനി വരില്ല. അയാൾ വെറുതെ വിട്ടു. നാരായണി, എന്റെ ദൈവമേ, നീ എന്നെ വീണ്ടും ഒറ്റപ്പെടുത്തി കളഞ്ഞല്ലോ. ഇല്ല, അദ്ദേഹം വരും. എന്നോട് പറഞ്ഞല്ലേ 10 മണിക്ക്. ദേ, ഞാൻ ആശുപത്രിയോട്ട് വരുന്നു. വ്യാഴാഴ്ച. ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധൻ കഴിഞ്ഞ വ്യാഴം. എന്നെ കാണുമ്പോ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കരുത് എന്നെ. എനിക്ക് നാണമാവും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട്. എനിക്ക് കറുത്ത മാറുക. അണ്ണാനെ വിളിച്ചോണ്ട് വാ. വാടാ. അന്ന് എന്നോട് ചോദിച്ചില്ലേ, ആ ചുവന്ന പൂവ് ഞാൻ എന്ത് ചെയ്തത്, ചവിട്ടി അരച്ച് കളഞ്ഞുവോ എന്ന്? ഇല്ല, ഞാൻ എവിടെയും കളഞ്ഞിട്ടില്ല, ആർക്കും കൊടുത്തിട്ടുമില്ല. ഒരിടത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, വാടാതെ നിങ്ങൾക്കായി. അതെന്റെ ഹൃദയത്തിനുള്ളിലുണ്ട്, എന്റെ ആത്മാവിനുള്ളിലുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ?